Good morning, all. Okay. Then from the class start ചെയ്യാം. അപ്പോൾ മിസ് നേരത്തെ നിർത്തിയ അബ്രിവേഷന്റെ ബാക്കി കണ്ടിന്യൂവേഷൻ ആണ് ഇനി ഞാൻ എടുക്കുന്നത് കേട്ടോ. അബ്രിവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി മിസ് നിർത്തി കൊടുത്തത് കണ്ടിന്യൂവേഷൻ ആണ് എടുക്കുന്നത്. ആ 52 വരെ അല്ലേ മിസ് പറഞ്ഞത്. ഇനി 53 തുടങ്ങി നമുക്ക് അബ്രിവേഷൻ എടുക്കാം. അബ്രിവേഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും മിസ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ ഏതൊക്കെയാണ് പഠിക്കുന്നതെന്നുള്ളത് അനുസരിച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടില്ലേ നമ്പേഴ്സുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചു പോകാം കേട്ടോ. ആദ്യം ജസ്റ്റ് ഞാൻ വായിക്കാം, എന്നിട്ട് അടയാളപ്പെടുത്തേണ്ട നമ്പറുകൾ പറയാം, അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് പോകാം. ഓക്കെ, ഇത് അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ടേംസുകൾ അല്ലെ. ഇപ്പൊ ഓരോന്നിന്റെയും എന്താണ് നമ്മൾ ഫുൾ ഫോം എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടേംസുകളാണ്. അപ്പൊ അത് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണം. അതിന്റെ ഡീറ്റെയിലും മറ്റുമൊന്നും ചോദിക്കാറില്ല. അബ്രിവേഷൻ എന്താണോ അതിന്റെ ആ ഒരു എന്താണ് എക്സ്പാൻഡ് ഫോം മാത്രം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇത് ഇത്രയും ഒരുമിച്ച് നിങ്ങൾക്ക് കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതിൽ ഒരുപാട് നമ്മൾ കോമൺ ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെയല്ല നമ്മൾ പൊതുവായിട്ട് കോമൺ ആയിട്ട് പറയുന്ന അബ്രിവേഷൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എങ്കിലും നമുക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിൽ കുറച്ച് ടേംസുകൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിക്കുന്ന ടേമുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് പിന്നെ നാളെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴായാലും അബ്രിവേഷൻസ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഫോമുകൾ അത് മാത്രം കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അബ്രിവേഷൻസ് 53 തുടങ്ങിയാണ് പറയുന്നത്. ഫസ്റ്റ് ഒരു പേജ് നമുക്കത് വായിച്ചിട്ട് മിസ് ആ പേജിൽ നിന്ന് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതും നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതും അടയാളപ്പെടുത്താം. ബാക്കി നിങ്ങൾ പഠിക്കുക, സ്കിപ്പ് ചെയ്യണ്ട, അറിഞ്ഞിരിക്കണം. എങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങളോട് അടയാളപ്പെടുത്താൻ പറയുന്നത്. ഓക്കെ, 53 നോക്കാം. കെയർ ഓഫ് അല്ലെ. ഇപ്പൊ നമ്മൾ സി ബാർ ഓന്ന് കെയർ ഓഫ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനെ പറയുന്നത് കംപ്ലൈന്റിംഗ് ഓഫ് എന്നാണ് അതിന്റെ മീനിങ്. ദെൻ CO കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ റിലേറ്റഡ് ആയിരിക്കുന്നത് എന്തിനാണ് കാർഡിയാക്. കാർഡിയാക് റിലേറ്റഡ് ടു കാർഡിയാക് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനാണ് ഹാർട്ടാണ് അല്ലെ. നമ്മൾ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഞാൻ ചിലതിന്റെ മാത്രം ഒന്ന് മീനിങ് പറഞ്ഞു പോകാം കേട്ടോ. Then CO2 അറിയാലോ കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. Then COLD CO അടയാളപ്പെടുത്തേണ്ടത് പറയാം. ഫസ്റ്റ് വായിക്കണത് ശ്രദ്ധിക്കാം, എന്നിട്ട് ഒരു പേജ് കഴിയുമ്പോൾ അതിലേതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, COLD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസ്. COLD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസ് അല്ലെ, ലങ്സുമായിട്ടുള്ള ഡിസീസസ് ആണ്. Then COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. COPD നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ചാപ്റ്ററിൽ നിങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ടോ? COPD പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിലും. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. Then CP എന്ന് പറയുന്നതിന് 3 ഡിഫറെന്റ് ആയിട്ട് പറയുന്നത്. ചെസ്റ്റ് പെയിൻ എന്ന് പറയും, കെമിക്കലി പ്യൂർ എന്ന് പറയും, ദെൻ സെറിബ്രൽ പാസി എന്ന് പറയും. ഓക്കെ, ചെസ്റ്റ് പെയിൻ കെമിക്കൽ പ്യൂർ, ദെൻ സെറിബ്രൽ പാസി എന്ന് പറയും. ഓക്കെ, സെറിബ്രൽ പാൾസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ അതൊരു തരം ഒരു ഡിസോർഡർ ആണ്. മീൻസ് മസിലുകൾക്കൊക്കെ വീക്കം സംഭവിക്കുക അല്ലെ, ചലന വൈകല്യങ്ങളൊക്കെയാണ്. സംസാരത്തിൽ ഷിവറിംഗ് ഒക്കെ ഉണ്ടാവുകയും സെറിബ്രൽ പാസി എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ CPനെ തന്നെ 3 ടൈപ്പിൽ പറയുന്നു. ചെസ്റ്റ് പെയിൻ കെമിക്കൽ പ്യൂർ, ദെൻ സെറിബ്രൽ പാസി. ഓക്കെ, ദെൻ 59 CPR. എന്താണ് CPR കൊടുക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. CPR കാർഡിയോ പൾമണറി റെസിസിയേഷൻ അല്ലെ. നമ്മള് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഹാർട്ടിന്റെ അടിയന്തര ഹാർട്ട് ഹൃദയം നിലയ്ക്കുമ്പോൾ നമ്മൾ അടിയന്തര പ്രോസസ് ചെയ്യുന്നതാണ് CPR, കാർഡിയോ പൾമണറി റെസിസിയേഷൻ. ദെൻ CRNA എന്താണ്?
CRNA, certified registered nurse anesthetist. Okay, certified ആയിട്ടുള്ള anesthetist. CRT, capillary refill time cathode ray tube. Capillary refill time cathode ray tube. എന്താണ്? Then next one, CSF, cerebrospinal fluid. CSM, carotid sinus massage. Then cerebrospinal meningitis. രണ്ട് തരത്തില് മീൻസ് എന്താണ്? CSM അല്ലെ, carotid sinus massage, cerebrospinal meningitis. Then CVM അല്ല, അവിടെ CVA എന്നാക്കാട്ടോ. cerebrovascular accident ആണ്, അവിടെ M വെട്ടിക്കൊണ്ട് A ആക്കാം. ആക്സിഡന്റ് അല്ലേ വരുന്നത്, M ഒന്ന് വെട്ടിയിട്ട് CVA എന്നാക്കാം കേട്ടോ. cerebrovascular accident എങ്കിലല്ലേ അത് കറക്റ്റ് ആകുള്ളൂ. തിരുത്തി എഴുതിയോ? CVA എന്നാക്കിയോ? ഓക്കെ, cerebrovascular accident. Then CVP, central venous pressure. CXR, chest X-ray. CXR, chest X-ray. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ചിലപ്പോ ചെസ്റ്റിന്റെ എക്സ്റേ ഒക്കെ എടുക്കാനായിട്ട് CXR എന്നൊക്കെ ആയിരിക്കും എഴുതി കൊടുക്കുന്നത്, കോഡ് പോലെ. അപ്പൊ അത് അവർക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. നമുക്കറിയാമായിരുന്നു നേരത്തെ CXR എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് എക്സ്റേ ആണെന്ന്. ആർക്കെങ്കിലും അറിയോ? നമുക്ക് വലിയ അറിവുണ്ടാവില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇനി നമുക്ക് അറിവുണ്ടാകും അല്ലെ. ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നോക്കാട്ടോ, ഇനി കോഡൊക്കെ എഴുതുമ്പോൾ നമ്മൾ പഠിച്ച കോഡൊക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, CXR ചെസ്റ്റ് എക്സ്റേ. Then DRC, dilation and curettage. എന്താ dilation and curettage? DRC എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതായത് ഗർഭാശയത്തില മീൻസ് നമ്മള് എന്താ പറയാ, ഗർഭാശയത്തിൽ നമ്മൾ ചെരണ്ടിക്കളയാന്നൊക്കെ പറയില്ലേ. അതായത് DRC ചെയ്തത് യൂട്രസ് റിമൂവൽ എന്നല്ല പറയുന്നത്. റിമൂവൽ അല്ലാതെ യൂട്രസിന്റെ അകത്തുള്ള അത് മീൻസ് കുറെ നമ്മള് ഇപ്പോ എന്താ പറയാ അബോർഷൻ ഒക്കെ ചെയ്യില്ലേ, ആ ഒരു പ്രോസസ് പോലെ തന്നെയാണ്. അതായത് DRC ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പ്രായമൊക്കെ കൂടുതൽ വരുമ്പോൾ അബോർഷൻ ചെയ്യുന്ന പോലെ തന്നെ ക്ലീൻ ആക്കുക. ഓക്കെ, അതായത് ബ്ലീഡിംഗ് ഒക്കെ കൂടുതൽ, ആ ബ്ലീഡിംഗ് നിൽക്കുന്ന ആ ഒരു ടൈമൊക്കെ വരുമല്ലോ, ഒരു ഏജ് എത്തുമ്പോൾ ബ്ലീഡിംഗ് ഒക്കെ നിൽക്കുമല്ലോ. അപ്പൊ ആ ടൈമിൽ ചിലവർക്ക് ഭയങ്കര ബ്ലീഡിംഗ് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ള കേസസിൽ റിമൂവ് ചെയ്യാതെ തന്നെ നമ്മൾ DRC പ്രോസസ് ചെയ്യും. Then dilation and curettage. Then D-C, discontinue ചെയ്യുന്നുള്ള ഒരു മീനിങ്. DFF, differential. Dig means digoxin. Dig means digoxin. Then digoxin എന്ന് പറഞ്ഞൊരു മെഡിസിൻ ആണ് കേട്ടോ. അത് നമ്മൾ ഹാർട്ട് ഡിസീസസിനൊക്കെ കൊടുക്കുന്ന ഒരു മെഡിസിന്റെ നെയിമാണ് ഡിഗോക്സിൻ. മെഡിസിൻ നെയിമാണ് ഡിഗോക്സിൻ എന്ന് പറയുന്നത്. Then DM, diabetes mellitus. Then DOA, dead on arrival. DOE, dyspnea on exertion. DON, director of nursing. Okay, director of nursing. പേജ് ഉള്ള നമ്പർ നോക്കുക, 53 തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പേജ് നമ്പർ എത്രയായിരുന്നു? 126. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അടയാളപ്പെടുത്തേണ്ട നമ്പേഴ്സ് പറയാ, ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. 56 മാർക്ക് ചെയ്യുക, COLD. 56 COLD, chronic obstructive lung disease. Then 57 COPD, already പഠിച്ചിട്ടുണ്ട്, important ആണത്, chronic obstructive pulmonary disease. 56, 57. Then next one 59 CPR. 59 cardiopulmonary resuscitation. 59. CXR 66 CXR, important ആണ് കേട്ടോ, ചെസ്റ്റ് എക്സ്റേ. Then 74 DON, director of nursing. 73 ഒന്ന് മാർക്ക് ചെയ്തോളൂ, 73 DOE.
ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കൂടി വായിക്കാം. 56, 57, then 59, 66, 73 and 74. ഓക്കെ, കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, നോക്കാം. Then ഇനി നിങ്ങൾ ആ പേജ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ നമ്മൾ 53 തുടങ്ങി 74 വരെയുള്ള അബ്രിവിയേഷൻസ് ആണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 73 ഡിസ്പെനിയ ഓൺ എക്സ്റ്റർഷൻ, അതായത് ശ്വാസ തടസ്സം, അതായത് ശ്വാസം മുട്ടുകളൊക്കെ ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ശ്വാസം മുട്ട്, ശ്വാസ തടസ്സം. കുറച്ച് ആസ്മ, അങ്ങനെ അലർജിക്കുള്ള പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അവരുടെ ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത്. ശ്വാസം തടസ്സം കേട്ടോ. ഇനി ആ പേജ് ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് അബ്രിവേഷൻസ് വായിക്കുക, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പറയാം. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ അബ്രിവേഷൻ. നമുക്കത് വിശദീകരിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് എന്താണോ ആ ഒരു അബ്രിവേഷൻ പഠിക്കാം. അതില് ഇതുവരെ എക്സാമിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ടോട്ടലി പഠിക്കാനായിട്ട് ഒത്തിരി ഉണ്ടല്ലോ, അപ്പൊ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പ്രീവിയസിൽ എപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ളത് നിങ്ങളോട് മാർക്ക് ചെയ്തിട്ട് അത് പഠിക്കാൻ പറയുന്നത്. ഓക്കെ, ഇത് വായിച്ചു നോക്കാം, പെട്ടെന്ന് വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ആ പേജ് കംപ്ലീറ്റ് ചെയ്തോ? 74 വരെ നോക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും? ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. 75 തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. DOS, ഡെഡ് ഓൺ സീൻ. Then DPT, DPT നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വാക്സിൻ ഒക്കെ എടുക്കില്ലേ നമ്മൾ. DPT കേട്ടിട്ടുണ്ടോ? DPT കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതല്ലേ? ഓക്കെ, ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ ഒരുതരം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. ടെറ്റനസ് അല്ലെ? ടെറ്റനസ് വെച്ചാൽ എന്താണ്? ടെറ്റനസ്, വില്ലൻ ചുമ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പണ്ട് കാലത്ത് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഈ ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പരമാവധി കുറവാണ് അല്ലെ? DPT, ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. വാക്സിൻ ആണ്, അത് കുത്തിവയ്പ്പാണ് കേട്ടോ. DSD, ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. Then DTAP, ഡിഫ്തീരിയ. ഇത് DPT ആണ് കേട്ടോ. ഡിഫ്തീരിയ, പെർtussis പറയുന്നത്. DTAP, ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് ആൻസിലുലാർ പെർtussis വാക്സിൻ. ഇവിടെ ഒരു ആൻസിലുലാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാക്സിൻ കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. DPT തന്നെയാണ്, ആ DPT-യില് ഒരു ആൻസിലുലാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്സിനും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി DTP വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. DPT, DTP. DTP എന്ന് പറയുമ്പോൾ ആ മെഡിസിൻസുകൾ തന്നെ. ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് പെർtussis വാക്സിൻ. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതുക കേട്ടോ. DPT എന്ന് പറയുമ്പോൾ ഡിഫ്തീരിയ, പെർtussis വരും ആദ്യം.
DTP എന്ന് പറയുമ്പോൾ ഡിഫ്തീരിയ ടെറ്റനസ് മെഡിസിൻ സെയിം തന്നെ പേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ലെറ്ററുകൾ തമ്മിൽ അത് കൃത്യമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ. DTS ഡെലീറിയം ട്രെമൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലീറിയം ട്രെമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മദ്യപാനികളൊക്കെ ആണെങ്കിൽ സ്ഥിരം മദ്യപിക്കുന്ന ആളുകൾ അവര് മദ്യപാനം നിർത്തുമ്പോൾ അവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകില്ലേ, ആ ഒരു അതിനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ. ഇപ്പോ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിക്കുന്ന ആളുകൾ മദ്യപാനം നിർത്തുമ്പോൾ അവർക്ക് ചിലപ്പോ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. കണ്ടിന്യൂസ് ആയിട്ട് മദ്യം കഴിക്കുന്ന ഒരാള് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നിർത്തനാണെങ്കിൽ ചിലപ്പോ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അല്ലെ. അതായത് നിർത്തണ്ടെന്നല്ലോട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവര് കുറച്ച് നാൾ ചിലപ്പോ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, പിന്നെ അത് കോമൺ ആയിട്ട് ഓട്ടോമാറ്റിക്കലി അത് ഓക്കെ ആകും അല്ലെ. അപ്പൊ ആ ഒരു ടൈമിലെ പ്രോബ്ലംസിനെയാണ് നമ്മൾ ഡെലീറിയം ട്രെമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. DVT ഡീപ് വെയിനിയസ് ത്രോംബോസിസ്. ഡീപ് വെയിനിയസ് ത്രോംബോസിസ് നമ്മുടെ വെയിനില് ബ്ലഡ് ക്ലോട്ട് ആകുന്ന ഒരു അവസ്ഥയാണ് അത്. ഓക്കെ. വെയിനില് ബ്ലഡ് ക്ലോട്ട് ആകുന്നത്. D5W dextrose 5% വാട്ടർ. ഡെക്സ്ട്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കുത്തിവെപ്പിന് നൽകുന്ന ഒരു മെഡിസിൻ ആണ്. ഒരു നമ്മള് മരുന്ന് കലർത്തൂലേ വെള്ളത്തില്, കുത്തിവെപ്പ് ലായനിയാണത്. 5% ഡെക്സ്ട്രോസ് എന്ന് പറഞ്ഞ ലായനി വാട്ടറിൽ നമ്മൾ കലർത്തിയിട്ടാണ് നമുക്ക് മെഡിസിൻ നൽകുന്നത്. DX ഡയഗ്നോസിസ്. ഓക്കെ. അപ്പൊ ഡോക്ടേഴ്സ് ടെസ്റ്റിന് എഴുതുമ്പോൾ എന്തായിരിക്കും എഴുതുന്നത്? DX എന്നായിരിക്കും എഴുതിയിരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മളത് കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. ഇനി DX എന്ന് കാണണമെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരാൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെ. ഇതുപോലെ ചിലപ്പോൾ അവർ ഷോർട്ട് ഫോം ആയിരിക്കും എഴുതിയിരുന്നത്. നമ്മൾ ലബോറട്ടറിയിലേക്കുള്ള ടെസ്റ്റിൽ ചിലപ്പോൾ DX എന്നായിരിക്കും ഡോക്ടർ എഴുതിയിട്ടുണ്ടാവുക. നമ്മൾ നോക്കുന്ന എന്താണ് DX നമുക്ക് അറിയില്ലല്ലോ അല്ലെ. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഒന്ന് നോക്കണം. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേ റിസൾട്ടിലൊക്കെ ഒന്ന് നോക്കാം. ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ അബ്രിവിയേഷൻസ് ഒക്കെ ഡോക്ടർ എഴുതിയിട്ടുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യും എല്ലാവരും? ചെക്ക് ചെയ്യൂലേ? ഓക്കെ. ചെക്ക് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ചെക്ക് ചെയ്തിട്ട് ഇന്നത് കണ്ടു എന്ന് പറയാം. എല്ലാവരും ഒന്ന് അറിയണ്ടേ? നോക്കാം. നെക്സ്റ്റ് വൺ ഡയഗ്നോസിസ്. DX എന്ന് പറഞ്ഞാല് ഡയഗ്നോസിസ്. ECG ഇലക്ട്രോകാർഡിയോഗ്രാം. ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ER എന്താണ്? ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ER പഠിച്ചിട്ടുണ്ടോ? എമർജൻസി റൂം കേട്ടോ. ER എമർജൻസി റൂമാണ്. ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. EDC എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് അല്ലെ. എസ്റ്റിമേറ്റഡ് ഡേറ്റ്. EEG ഇലക്ട്രോസെഫാലോഗ്രാം. മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഇതെല്ലാം എക്യുപ്മെന്റ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. EG ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമലി എല്ലായിടത്തും ഉപയോഗിക്കുന്ന EG എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ട് EKG ഇലക്ട്രോകാർഡിയോഗ്രാം. ഇലക്ട്രോകാർഡിയോഗ്രാം നമ്മൾ ECG ഇലക്ട്രോകാർഡിയോഗ്രാം. EKG അല്ല കേട്ടോ, അവിടെ ECG തന്നെ ആയിരിക്കും കേട്ടോ. EKG എന്ന് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ECG തന്നെയാണ്, കാരണം ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലേ. ഓൾറെഡി ECG നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാം പറഞ്ഞു, അത് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ENT നമ്മൾ ENT ഡോക്ടർ എന്ന് പറയാറുണ്ട്. എന്താണ് ENT എന്ന് ഉദ്ദേശിക്കുന്നത്? ENTയുടെ അടുത്ത് പോകാറുണ്ട്. ENT എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് അതില്? ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ. ഇയർ മാത്രമല്ല, ഇയർ, നോസും ത്രോട്ടും അല്ലെ. ER എമർജൻസി റൂം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ED എന്ന് പറഞ്ഞപ്പോ ER പുറകെ വരുന്നുണ്ട്. എമർജൻസി റൂം. ET എൻഡോട്രയാക്കൽ ട്യൂബ്. നമ്മുടെ ട്യൂബിലൂടെ പേഷ്യൻസിന്റെ മൂക്കിലൂടെയും വായിലൂടെയൊക്കെ ട്യൂബ് ഇടുന്നത്. ET endotracheal tube. ETA estimated time of arrival. ETOH ethyl alcohol. ETT endotracheal tube. Fahrenheit degree Fahrenheit നെയാണ് നമ്മൾ percentage F എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഡിഗ്രി ഫാരൻഹീറ്റ്. ഇനി മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് പറയാം, ശ്രദ്ധിക്കാം കേട്ടോ. മാർക്ക് ചെയ്യേണ്ട ഭാഗങ്ങൾ പറയാം. ഓരോ പേജിലും നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടാണ് നമ്പേഴ്സ് പറയുന്നത്. ആ നമ്പേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നോട്ട് ചെയ്യുന്നതല്ലേ എളുപ്പം കൂടുതലോ.
നമുക്ക് അർത്ഥം വായിച്ചിട്ട് നോട്ട് ചെയ്യുമ്പോഴല്ലേ കുറച്ചുകൂടി ഒരു ഇത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 83 മാർക്ക് ചെയ്യാം കേട്ടോ. DX ഡയഗ്നോസിസ് DX. Then 84 ECG. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ECG. Then 85 ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ നമുക്ക് ചാപ്റ്റർ വൈസ് വരുന്നതാണ്, അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയുന്നത് കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. Then EEG 87 83 84 85 87 19 ENT 90 ENT ear nose and throat. Then ER അറിയാലോ, emergency room. 93 ETA estimated time of arrival. 93 ഒന്ന് മാർക്ക് ചെയ്താണ്. ഒന്നും കൂടി നമ്പേഴ്സ് വായിക്കാം. 83 84 85 87 90 91 ഇയർ കുഴപ്പമില്ല, അറിയാവുന്നതാണ്. 95. ഓക്കെ, ഇനി ഒന്ന് ആ പേജ് ഒന്ന് വായിച്ചു നോക്കി. അബ്രിവേഷൻസ് 75 തുടങ്ങി 96 വരെ വായിക്കാം കേട്ടോ. 95 പറഞ്ഞായിരുന്നോ? ETT പറഞ്ഞു 95 ഉണ്ട് കേട്ടോ. എന്നോട് പറയാറില്ല. 93 പറഞ്ഞില്ലേ? ETA പറഞ്ഞു. ഓക്കെ, ED ആണ്. 92 ആണ്. സോറി 90 ER ഇല്ലേ? 91 വേണമെങ്കിൽ അറിയാലോ, എമർജൻസി റൂം എന്നാണ്. മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാം, അറിയില്ലാത്തവരെ മാർക്ക് ചെയ്തിട്ടോളൂ. എമർജൻസി റൂം കേട്ടോ, ER. ഓക്കെ, ദെൻ ഒന്ന് വായിച്ചു നോക്കാം. നമ്മളിപ്പോ പറഞ്ഞ ഭാഗം ആ പേജ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 95 വേണം. 95 ETT വേണം. എൻഡോട്രയാക്കിൽ 2 ഓൾറെഡി നമുക്ക് ചാപ്റ്റർ ബേസിൽ പഠിക്കാനുണ്ട്. നമ്പേഴ്സ് ആണോ? നമ്പേഴ്സ് ഇപ്പൊ കമന്റ് ചെയ്തായിരുന്നല്ലോ. നോക്കാം. 83 85 83 84 85 then 87 then 90 91 ആവശ്യമുണ്ടെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇട്ടോളൂ. 91 then 93 and 95. കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കാം. ദെൻ പെട്ടെന്ന് വായിച്ചു നോക്കാം. എല്ലാവരും വായിച്ചു നോക്കാം. ആ ഒരു പേജിലേക്ക് നമ്മൾ പറഞ്ഞതൊന്ന് വായിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ആ പേജ് വായിച്ചു എല്ലാവരും? ഓക്കെ, then next one നോക്കാം. FiO2 fraction of inspired oxygen. Then FBS fasting blood sugar. FBS കേട്ടിട്ടുണ്ടാവുമല്ലോ,
നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് നോക്കും അല്ലെ, 2 ടൈംസ് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യാറുണ്ട് ഇല്ലേ? ഷുഗർ ഒക്കെ നോക്കുമ്പോഴേ ഫുഡ് കഴിക്കുന്നതിന് മുൻപും ദെൻ ഫുഡ് കഴിച്ചിട്ട് ആഫ്റ്റർ ചിലപ്പോൾ 1 hour കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് ഫാസ്റ്റിംഗിൽ. ഓക്കെ, FE iron, then FHR fetal heart rate, then FHT fetal heart tones, FHX family history, then FL femtoliter, FL fluid. FL രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. സ്മോൾ ലെറ്റർ FL ആണ് ഫ്ലൂയിഡിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് മാറിപ്പോകരുത് കേട്ടോ. ETയും സെയിം ആണ്. എൻഡോട്രയാക്ടൽ ട്യൂബ് എൻഡോട്രയാക്ടൽ എന്നും പറയും. ചിലത് സെയിം തന്നെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ 1-2 അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അപ്പോ FL-ഉം 2 FL ഉണ്ട്, അത് സെയിം അല്ല, വ്യത്യാസമുണ്ട്. ഒരെണ്ണത്തില് ക്യാപിറ്റൽ L ആണ്, അതാണ് ഫിംറ്റോളിറ്റർ എന്ന് പറയുന്നത്. FL എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്. പിന്നെ FLD-യും ഫ്ലൂയിഡ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ F ആൻഡ് L, അത് ഓർത്തിരിക്കുക കേട്ടോ. അത് കൺഫ്യൂഷൻ ഉണ്ടാകും, അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. FSH ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, FX ഫ്രാക്ചർ സംഭവിക്കുമ്പോൾ FX. G ഗ്രാം നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. GB ഗോൾ ബ്ലാഡർ, GI ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ, GM ഗ്രാം, then GR ഗ്രെയിൻ. G എന്ന് പറയുന്നത് ഗ്രാം തന്നെയാണ്, GM-ഉം ഗ്രാം തന്നെയാണ് കേട്ടോ. ചിലത് നമ്മൾ ഒരേ അബ്രിവേഷൻസ് 2 ടൈപ്പിലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എക്സ്പാൻഷൻ ഫോം സെയിം തന്നെയാണ്, അബ്രിവേഷൻസിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ G തന്നെയാണ് ഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ GM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്രാം എന്ന് തന്നെയാണ് മീനിങ്. ഓക്കെ, then GR ഗ്രെയിൻ എന്നുള്ളൊരു മീനിങ് ആണ്. GSW ഗൺഷോട്ട് വുഡ്, GTT എന്ന് പറഞ്ഞാല് ഡ്രോപ്സ്. then ക്യാപിറ്റൽ GTT എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കും. സ്മോൾ ലെറ്റർ GTT എന്ന് പറയുന്നത് ഡ്രോപ്സ് ആണ്, then ക്യാപിറ്റൽ GTT എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഓക്കെ, then GU ജെനിറ്റോയൂറിനറി, GYN ഗൈനക്കോളജി, H അവർ അല്ലെ, മണിക്കൂർ എന്നുള്ളൊരു മീനിങ് ആണ്. then H ക്യാപിറ്റൽ H ഹൈപ്പോഡെർമിക്, ക്യാപിറ്റൽ H ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, അത് ഹൈപ്പോഡെർമിക് ആണ്. then നോർമൽ ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഹൈപ്പോഡെർമിക് ആണ്. ഓക്കെ, അപ്പൊ ചിലത് എക്സ്പാൻഡഡ് ഫോം സെയിം ആണ്, പക്ഷെ അബ്രിവേഷൻസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊന്ന് നോട്ട് ചെയ്ത് പ്രത്യേകം പഠിക്കുക കേട്ടോ. then അടയാളപ്പെടുത്തേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത് പറയാം. നമ്പേഴ്സ് 98 FBS, 98 FBS 98, then 100 FHR 100 FHR, then 109 GB gall bladder, GB 109 GB, then 115 GTT capital GTT കേട്ടോ, glucose tolerance test 115. then 117 GYN gynecology അറിയാലോ, 117 അത്രേ ഉള്ളൂ ഇതില. ഏതൊക്കെയായിരുന്നു കമന്റ് ചെയ്തത്? അതെ, കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഡൗട്ട് ഉള്ളവർ നോക്കാം. 98 100 101 115 117. ഓക്കെ, then പെട്ടെന്ന് വായിച്ചു നോക്കാം. ഒരു പേജ് വായിച്ചു നോക്കിയേ. അബ്രിവേഷൻസ് നമ്മളിപ്പോ വായിച്ചത് ഒന്ന് വായിക്കുക കേട്ടോ.
നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് ഇല്ലേ, ആ ടോൺ അറിയുന്നത് കേട്ടോ. ഹാർട്ട് ബീറ്റിന്റെ ടോൺ അറിയില്ലേ, സൗണ്ട്സ് തന്നെ. മറ്റേത് എത്ര റേറ്റ്, എത്ര ഹൃദയ മിടിപ്പ് നോക്കുന്നതാണ് ഹാർട്ട് റേറ്റ്. വായിച്ചു നോക്കി എല്ലാവരും. നിങ്ങൾ ആ പ്രിവിയസ് തന്നെ പഠിച്ചാൽ മതി. അതിന്റെ ഡീറ്റെയിൽ ഒന്നും എക്സാമിൽ ചോദിക്കില്ല കേട്ടോ. അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട സെക്ഷൻ ആണത് പ്രിവിയസ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാത്തത്. കാരണം നമുക്ക് ഓൾറെഡി ഓരോ ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് പ്രിവിയസ് ഒത്തിരി ഉണ്ട് അല്ലേ. അപ്പൊ അത് നമുക്ക് മീൻസ് അത്യാവശ്യം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതൊക്കെയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ എല്ലാം ഇങ്ങനെ ഒത്തിരി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് മുന്നോട്ട് നീങ്ങില്ല. നമുക്ക് കാണുമ്പോൾ അറിയാലോ ഒത്തിരി ഉണ്ടത്. ഓക്കെ, എങ്കിലും ഫെമിലിയർ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഓരോന്നും നമുക്ക് എടുത്തെടുത്ത് പറയാനുള്ള ടൈം കിട്ടില്ലല്ലോ. ക്ലാസ് അത്രയും നമുക്കത് അബ്രിവേഷൻ എക്സ്പാൻഡ് മാത്രം ബൈഹാർട്ട് ചെയ്യാനുള്ളത്. കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഗൺഷോട്ട് മുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മുറിവ് എന്നുള്ള അർത്ഥം അല്ലേ? മുറിവ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ഗൺഷോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ വെടിയേറ്റിട്ട് മുറിവൊക്കെ വരില്ലേ, നമ്മൾ സർജറി ഒക്കെ ചെയ്യില്ലേ, സിനിമയിലൊക്കെ കാണാറില്ലേ, വെടിയേറ്റിട്ട് അതിന്റെ സർജറി എടുത്തിട്ട് വെടിയുടെ പുറത്ത് നിൽക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള മുറിവാണ് ഉദ്ദേശിക്കുന്നത് ഗൺഷോട്ട്. ഇനി നെക്സ്റ്റ് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ സിമ്പിൾ ആണ്, നമുക്ക് തവണ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് വായിക്കുന്നുള്ളൂ, ശ്രദ്ധിക്കാം. H and H, ഹിമോഗ്ലോബിൻ ആൻഡ് ഹിമറ്റോക്രൈറ്റ്. H and P, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. H bar A, ഹെഡേക്ക്. ഹെഡേക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഹെഡേക്ക് വരാനുള്ള എല്ലാവർക്കും തലവേദന അല്ലെ. H and A കേട്ടോ. ഹെഡേക്കിനെ അപ്പൊ അങ്ങനെയാണ് എഴുതുന്നത്. HB ഹിമോഗ്ലോബിൻ, HCT ഹെമറ്റോക്രൈറ്റ്, HCT ഹെമറ്റോക്രൈറ്റ്, HCT ഹെമറ്റോക്രൈറ്റ്, HG മെർക്കുറി, then HGB ഹിമോഗ്ലോബിൻ. HB എന്നും പറയും HGB എന്നും പറയും കേട്ടോ. ഹിമോഗ്ലോബിന രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, HB യും and HGB. then HH ഹിയാറ്റൽ ഹെർണിയ. HH H and H ആണ് ഹിമോഗ്ലോബിൻ ഹിമോക്രൈറ്റ്. മാറിപ്പോകോട്ടെ, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. HH എന്ന് പറഞ്ഞാല് ഹിയാറ്റൽ ഹെർണിയ. ഹെർണിയ എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ എന്താണ് ശരീരത്തിനുള്ളില എന്താണ് എന്തെങ്കിലും ആന്തരിക ടിഷ്യൂവിന്റെ വളർച്ച, ഈ ശരീരത്തിനുള്ളിൽ ഒരു ടിഷ്യൂവിന്റെ വളർച്ചയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. ഏതാണ് വായിച്ചത്? ഓക്കെ, HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV അറിയാമല്ലോ. H2O എന്ന് പറഞ്ഞാല് H2O മീൻസ് വാട്ടർ. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. കെമിസ്ട്രി ക്ലാസ്സിലൊക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ കുറച്ച് കാര്യങ്ങള്? CO2, H2O, NGO എന്ന് പറഞ്ഞ് പഠിച്ചു നോക്കുന്നുണ്ടോ? ഓക്കെ, പഴയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് പോയി അല്ലെ. then HPI, history of present illness. HR അവർ, നമ്മൾ നേരത്തെ H പറയുന്നതും അവർ തന്നെയാണ്, HR എന്ന് പറയുന്നതും അവർ തന്നെയാണ്. HS
at bedtime. HTN, hypertension. HX, history. HZ, hertz. I and O, intake and output. IC, intracardiac, inspiratory capacity, irritable colon. Okay, രണ്ട് മൂന്ന് രീതിയിൽ പറയൂട്ടോ IC-നെ. എന്തൊക്കെയാണ്? ഇൻട്രാകാർഡിയാക്, എക്സ്പിറേറ്ററി കപ്പാസിറ്റി, ഇറിറ്റേറ്റബിൾ കോളൻ. ഓക്കെ, മൂന്ന് ടൈപ്പിൽ പറയുക. ഇനി ICP, ഇൻട്രാകാർഡിനൽ പ്രഷർ. ICU എന്താണ്? ICU intensive care unit. IDDM, insulin dependent diabetes mellitus. IM, intramuscular. Okay, ഇനി മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് പറയാം, മാർക്ക് ചെയ്യാട്ടോ. 124 HB, ഹിമോഗ്ലോബിൻ ഓൾറെഡി അറിയാം, എങ്കിലും അതൊന്ന് മാർക്ക് ചെയ്യണം. കാരണം ഹിമോഗ്ലോബിൻ നമുക്ക് പഠിക്കാൻ ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. ഹിമോഗ്ലോബിൻ 124. Then 126 HG, mercury. 126 mercury. 129 HIV, human immunodeficiency virus. HIV 129. Then 135 HTN, hypertension. HTN. Then 141 ICU, intensive care unit. Then last one 142 IDDM, insulin dependent diabetes mellitus. Okay, they comment ചെയ്തിട്ടുണ്ട് ട്ടോ. ഡൗട്ട് ഉള്ളവർ നോക്കാം. 124, 126, 129, 135, 141, 142. ഓക്കെ, ഇനി വായിച്ചു നോക്കിയേ. ആ ഒരു പേജ് പെട്ടെന്ന് വായിക്കാം. ഹെഡ്സ് എന്ന് വെച്ചാൽ HS ആണോ? നമ്മൾ അളവ് പറയില്ലേ, ഫ്രീക്വൻസി പറയില്ലേ, ഇത്ര ഹെഡ്സ് എന്നൊക്കെ പറയില്ലേ, ഫ്രീക്വൻസി നോക്കൂലേ, അളവാണ് കേട്ടോ അത്. വേവ്സിന്റെ നമ്മൾ തരംഗങ്ങളുടെ ഒക്കെ ഫ്രീക്വൻസി നോക്കില്ലേ, അതിന് ഇത്ര ഹെഡ്സ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ്. ജനറൽ ആയിട്ടൊക്കെ പറയാറുണ്ടല്ലോ, തരംഗ ദൈർഘ്യങ്ങളുടെയും മറ്റും ഹെഡ്സ് ഒക്കെ പറയുന്നത്. പെട്ടെന്ന് വായിക്കാം കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു പേജ്. ഞാനിങ്ങനെ ഒരുപാട് വായിച്ചു പോയാൽ അത് ബോറിംഗ് അല്ലേ, അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കണം, എന്നിട്ട് വേണം നമുക്ക് അടുത്തതിലേക്ക് പോകാൻ. ഓക്കെ,
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ ആ ഒരു പേജ്? ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. IO, ഇൻട്രോസോസിയസ്. ഇൻട്രോസോസിയസ് എന്ന് പറഞ്ഞാല് നമ്മള് വെയിനിലൂടെ ഫ്ലൂയിഡ്സ് മെഡിസിൻസുകൾ കൊടുക്കില്ലേ, അതിനെയാണ് നമ്മൾ ഇൻട്രാവീനിയസ് എന്നൊക്കെ പറയും അല്ലെ. അതായത് ഇൻഫ്യൂഷൻ ദ്രാവകങ്ങള് അല്ലെങ്കിൽ മെഡിസിൻസുകള് വെയിനിലൂടെ കൊടുക്കുന്നത് പേഷ്യൻസിന്. IPPB, IPPB 2 P ഉണ്ട് കേട്ടോ. IPPB, intermittent positive pressure breathing. Intermittent positive pressure breathing. IUD, IUD, intrauterine contraceptive device. IUD, intrauterine ബ്രാക്കറ്റിലാണ് കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്. IV, ഇൻട്രാവീനിയസ്, നമ്മുടെ വെയിനിലെ കൂടി കൊടുക്കുന്നത്. JVD, circular venous destruction. Then K+, പൊട്ടാസ്യം കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ. K+, പൊട്ടാസ്യം. KCI, പൊട്ടാസ്യം ക്ലോറൈഡ്. KCI, പൊട്ടാസ്യം ക്ലോറൈഡ്. ഇത് ഓൾറെഡി കെമിസ്ട്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. KG, കിലോഗ്രാം. KUB, കിഡ്നി, യൂട്രസ് ആൻഡ് ബ്ലാഡർ. KUB, കിഡ്നി, യൂട്രസ്, ബ്ലാഡർ. KVO, keep vein open. L, litter. LAC, LAC, അല്ലെ, LAC. Laceration, then laparoscopic assisted colostomy. Laceration എന്നും പറയും, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കൊളോട്ടമി എന്നും പറയും. LBS മീൻസ് പൗണ്ട്. അത് നമ്മൾ അളവ് ഇത്ര പൗണ്ട് എന്നൊക്കെ പറയില്ലേ. LBS കിട്ടുന്നത് അളവിന്. നമ്മൾ ഹെഡ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് പൗണ്ട്. LE, ലോവർ എക്സ്ട്രീമിറ്റി, ലെഫ്റ്റ് ഐ. ലപ്പസ് എറിത്തോമെറ്റസസ്. 3 ടൈപ്പ് പറയൂ കേട്ടോ. ലോവർ എക്സ്ട്രീമിറ്റി, ലെഫ്റ്റ് ഐ, ലപ്പസ് എറിത്തോമെറ്റസസ്. Then LLL, ട്രിപ്പിൾ L ആണ്. ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ലങ്. എല്ലാം L വെച്ച് സ്റ്റാർട്ട് ചെയ്യണേ കേട്ടോ. ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ലങ്. മാറ്റി മറിച്ചൊക്കെ ചോദിക്കാം കേട്ടോ, അത് പ്രത്യേകം പഠിക്കണേ. ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ലങ്. LLQ, ലെഫ്റ്റ് ലോവർ കോഡന്റ് ഓഫ് ദ അബ്ഡോമൻ, നമ്മുടെ വയറിന്റെ ലെഫ്റ്റ് സൈഡ്. LM, liters per minute. LMP, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്. പ്രഗ്നൻസി ടൈമിലൊക്കെ LMP ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്യാറുണ്ട്. സ്കാനിങ്ങിനും മറ്റൊക്കെ വേണ്ടിയിട്ട് LMP ഡേറ്റ് നോക്കാറുണ്ട്. അങ്ങനെ ഡോക്ടേഴ്സ് LMP അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും. Then LOC, level of consciousness, loss of consciousness. ലെവൽ ഓഫും പറയാം അല്ലെങ്കിൽ ലോസ് ഓഫും പറയാം. LOC. LPM, liters per minute. LPN, licensed practical nurses. LR, lacted ringers. ഓക്കെ, ഇനി മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സുകൾ പറയാം. 152, 152 KUB, kidneys, uterus and bladder. KUB. Then 158 triple L. 158. 159 LLQ. LLQ. Then 164 LPN, licensed practical nurses. Okay. 152 4 മാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് 4 കൃത്യമായിട്ട് പഠിക്കണം. ആ ട്രിപ്പിൾ L ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം, കാരണം
തിരിച്ചും മറിച്ചൊക്കെ ആൻസർ ഓപ്ഷനിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ലങ്. ഓക്കെ, ഇങ്ങനെ വായിച്ചു നോക്കി നിങ്ങൾ വായിക്കുക കേട്ടോ. ആ പേജസ് ഒന്ന് വായിച്ചു നോക്കുക. LLQ പറഞ്ഞല്ലോ 158 159 പറഞ്ഞു. ഓക്കെ, ഇതിൽ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതുണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് പ്രാധാന്യം കൊടുത്ത് പഠിക്കാം കേട്ടോ. വായിച്ചു നോക്കാം. നമ്മൾ എടുത്ത ആ ഒരു പേജ് ഒന്ന് വായിച്ചേ. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇപ്പൊ നമ്മള് പേജ് നമ്പർ 165 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? കേട്ട് പോറായോ? കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഈ അബ്രിവിയേഷനും വേർഡ്സ് ഒക്കെ തന്നെയാണല്ലോ. ഓക്കെ ആണോ? ഇത്രയും എടുത്തത് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ, കുറച്ച് ബോറിംഗ് ആയി തുടങ്ങിയോ? കുറച്ച് പേർക്കൊക്കെ ഉറക്കം വന്നിട്ടുണ്ടാകും അല്ലെ? കുറച്ച് പേർക്കെങ്കിലും ഉറക്കം വന്ന് കാണുന്നു തോന്നുന്നു അല്ലെ? അപ്പോ നമ്മൾ അടയാളപ്പെടുത്തിയത് കൃത്യമായിട്ട് പഠിക്കുക. ബാക്കി ഒരുപാട് നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട് ഓൾറെഡി അല്ലെ? അപ്പോ എന്താ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.